ഇത്രയും നല്ല പേപ്പേഴ്സ് കുത്തി വരച്ച് വൃത്തികേടാക്കി വേസ്റ്റ് ആക്കിയതല്ല കേട്ടോ. ഞാൻ പെൻസിൽ ശരിക്കും എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാലമായിട്ട് പെൻസിൽ പിടിക്കാൻ പോലും അറിയില്ലെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇത്രയും കാലം നമ്മൾ പെൻസിൽ പിടിച്ചത് റിസ്റ്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ലോങ് ലൈൻസ് വരയ്ക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പെൻസിൽ എങ്ങനെ പിടിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. പെൻസിൽ നമുക്ക് രണ്ട് രീതിയിൽ പിടിക്കാം. അതിലൊന്നാമത്തതാണ് ട്രൈപോഡ് ഗ്രിപ്പ്. ട്രൈപോഡ് ഗ്രിപ്പിൽ നമ്മൾ റിസ്റ്റ് കൊണ്ടാണ് പെൻസിൽ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ലൈൻസും സിംഗിൾ സ്ട്രോക്കും ഒക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. സെക്കൻഡ് മെത്തേഡ് ഓവർ ഹാൻഡ് ഗ്രിപ്പ്. ഇതിന് നമ്മൾ പെൻസിൽ പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് പെൻസിൽ ഹോൾഡ് ചെയ്യേണ്ടത്. ചൂണ്ടുവിരലുകൊണ്ട് ലെഡിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്ക് സൈഡിൽ നീളമുള്ള വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ആൻഡ് തമ്പിൽ പ്രഷർ കൊടുത്ത് പിടിക്കുക. ഇങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസ്റ്റിലല്ല കൺട്രോൾ കൊടുക്കുന്നത്, കൺട്രോൾ നമ്മളുടെ ഷോൾഡറിലാണ് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടാണ് മൂവ്മെൻറ്റ് വരിക. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഹാൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കൂടുതൽ ആൾക്കാരുടെയും മസിൽ മെമ്മറി ഫസ്റ്റ് മെത്തേഡിലായിരിക്കും സെറ്റായിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് മാറ്റി ഈ സെക്കൻഡ് മെത്തേഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് മെത്തേഡ് കംപ്ലീറ്റ്ലി തെറ്റാണ് എന്നല്ല, പക്ഷേ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ലെങ്ത് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനും ഈസി ആയിട്ടുള്ള കേർവ്സ് വരയ്ക്കാനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ കൺട്രോളിൻ്റെ ഏരിയ കുറവാണ്. പക്ഷേങ്കിൽ ഷോൾഡർ കൊണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓവർ ഹാൻഡ് ഗ്രിപ്പിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മെമ്മറി ഇതിലേക്ക് ഷിഫ്റ്റ് ആകും. നമ്മുടെ ലൈൻസ് ഒക്കെ വളരെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ പെൻസിൽ റൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുകൊണ്ട് സർക്കിൾസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക, ലെങ്തി ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക, സ്കെയിൽ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടും ആംഗിളായിട്ടും ഒക്കെ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വരയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം എന്നില്ല. നമുക്ക് മിസ്റ്റേക്സ് പറ്റാം, പക്ഷേ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. എത്ര തവണ ചെയ്യുന്നോ അത്രയും തവണ നമുക്ക് ആ ഫ്ലോ വരും. അപ്പോൾ നമുക്ക് ആ കൺട്രോൾ കിട്ടും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് 2 ഡോട്ട്സ് ഇട്ടിട്ട് ആ ഡോട്ട്സിനെ തമ്മിൽ ലൈൻസ് കൊണ്ട് കണക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ 4 ഡോട്ട്സ് ഇട്ടിട്ട് അതിനെ കണക്ട് ചെയ്ത് സർക്കിൾസ് വരയ്ക്കാം. സർക്കിൾസ് കുറച്ചുകൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ 4 ഡോട്ട് കണക്ട് ചെയ്ത് ഗോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഗോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന പോലെ നമ്മൾ ആക്ഷൻസ് കൊടുക്കുക. അതായത് നമ്മുടെ പെൻസിലിൻ്റെ ലെഡ് പേപ്പറിൽ ടച്ച് ചെയ്യാണ്ട് പക്ഷെ വരയ്ക്കുന്ന മോഷൻസ് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെൻസിലിൻ്റെ ലെഡ് ഒടിഞ്ഞു പോയി. അത് പ്രഷർ കൊടുത്ത് ഒടിഞ്ഞതല്ല, എൻ്റെ കയ്യിൽ താഴെ വീണ് ഒടിഞ്ഞതാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രഷർ പെൻസിലിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെഡ് ഒടിഞ്ഞു പോകും. കാരണം നമ്മൾ നല്ല ലെങ്തിലാണ് ലെഡ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പെൻസിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ ഷാർപ്പൻ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പെൻസിൽ എങ്ങനെയാണ് ഷാർപ്പൻ ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യുക. പല സൈസിലുള്ള സർക്കിൾസും ഓവൽസും ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ ഡ്രോയിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. ക്യാരക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ എത്രത്തോളം ആയെന്ന് നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി. ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ റഫ് ലൈൻസ് വന്നോട്ടെ, നോ പ്രോബ്ലം. നമ്മളിവിടെ ഇറേസർ യൂസ് ചെയ്യുന്നേ ഇല്ല. കാരണം നമ്മൾ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുകയാണ്, നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുകയാണ്. പേപ്പർ വേസ്റ്റ് ആവും എന്നുള്ള കൺസേൺ കൊണ്ട് ആരും ഇത് ചെയ്യാതിരിക്കരുത്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നമ്മൾ മെച്ചപ്പെടുകയാണ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് റേറ്റിൻ്റെ പേപ്പറൊന്നും വേണ്ട. ഭയങ്കര ലോ കോസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ മേടിക്കാൻ കിട്ടും. പഴയ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഴയ ന്യൂസ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തും ഈ സ്ക്രിബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡുള്ള പെൻസിൽ യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യമുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ഞാൻ കോഴിക്കോട് ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പേപ്പർ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നില്ല. അവിടെ റേറ്റ് കുറച്ച് പേപ്പർ കണ്ടപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ഈ പേപ്പർ യൂസ്ഫുൾ ആകുമെന്ന് കരുതി വാങ്ങിയതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഡ്രോയിങ്ങിനോട് പാഷനുള്ള ഒരാളാണെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വരയ്ക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണാമെന്ന ഹോപ്പോടെ ബൈ ബൈ.